എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിടയിൽ റിയാക്ഷനാണ് ലൂസിഫർ. ഒരു മാറ്റമുണ്ട്, പക്ഷെ ഒരേ സിനിമനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന ലൂസിഫർ എന്ന് പറഞ്ഞപ്പോഴേ ഒരു ചേഞ്ച് ഫീൽ ചെയ്തു. ഈ ഒരു എമ്പുരാൻ കുറെ ദിവസമായിട്ട് കണ്ടിന്യൂസ് പറയുന്നുണ്ട്. ആ ലൂസിഫർ കുറച്ചായിട്ട് വിട്ടു നിൽക്കുകയായിരുന്നു. അപ്പൊ ഒന്നും കൂടി പറയണം. അത് ലൂസിഫർ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, മാറിപ്പോവുക വീണ്ടും എമ്പുരാൻ എന്ന് പറയുമെന്ന്. എന്നാലും കുഴപ്പമൊന്നുമില്ല. യെസ്, എന്തായാലും ലൂസിഫർ റീ റിലീസിന് ഒരുങ്ങുകയാണ്. മാർച്ച് 20 സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തും. ഇതിൻ്റെ ഒരു റീ റിലീസ് ട്രailer വന്നിട്ടുണ്ട് കേട്ടോ. അതിനു മുൻപ് അതിനൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ആ പോസ്റ്ററിനെ കുറിച്ച് പറയണം. സ്റ്റീഫൻ്റെ ഈ ഒരു ലുക്ക് ശരിക്കും ഈ ലൂസിഫർ ഇറങ്ങാൻ നേരത്ത്, ലൂസിഫറിന്റെ റിലീസിന് മുന്നേ ഈ ഒരു പോസ്റ്ററുകൾ മാത്രമല്ല മൊത്തം കിടന്ന് കളിച്ചിട്ടുള്ളൂ. ജീപ്പേന്ന് ഇറങ്ങി വരുന്ന സാധനവും അല്ലേ, അതായിരുന്നു ഫസ്റ്റ് ലുക്ക്. ഫസ്റ്റ് ലുക്ക് അതായിരുന്നു, ആ ജീപ്പിന്ന് ഇറങ്ങി വരുന്നത്. പക്ഷെ ഇതുണ്ടായിരുന്നോ? ഇതല്ല, ഇങ്ങനെയല്ല, ഈ ഒരു ലുക്കില് വൈറ്റ് ആൻഡ് വൈറ്റില്. മറ്റേ സാധനം ആരും കണ്ടിട്ടില്ലായിരുന്നല്ലോ. അത് അതൊരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ ആ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ. ആ സമയത്ത് നമ്മുടെ ചാനൽ ഉണ്ടായിരുന്നെങ്കിലേ പ്രശ്നമായേനെ. നമ്മളെന്തായാലും വിളിച്ചു പറഞ്ഞു. സത്യം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോയേനെ. ടൈലന്റ് ഒക്കെ പച്ചക്ക് വിളിച്ചു പറഞ്ഞേനെ റിവ്യൂ പറയുന്ന സമയത്ത്. ഡോൺലി അന്നേ വന്നേനെന്നാ, ലൂസിഫറിൽ വന്നേനെ. ഡോൺലി ഇത്ര വൈകൂലായിരുന്നു. ലൂസിഫറിൽ അങ്ങനെയാണെങ്കിൽ കുറെ പേര് വന്നേനെ കേട്ടോ. എന്തായാലും ഡോൺലി എന്തായാലും വന്നേ, ഉറപ്പായിട്ടും. കാരണം എംപുരാൻ വെയിറ്റ് ചെയ്യില്ല. മുൻപേ ആള് മലയാളത്തില് ആദ്യമായി അഭിനയിച്ചാല്. എന്താണെങ്കിലും ഇതിന്റെ റീ റിലീസ് ട്രെയിലർ വന്നിട്ടുണ്ട്. കണ്ടിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ സീനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കണം. ഇത് നോക്കിയിട്ട് വേണം ഇനി എമ്പുരാന്റെ ട്രെയിലർ എത്ര ഇതിന്റെ മുകളിൽ എത്ര കയറണം എന്നുള്ളത് ചിന്തിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിന്റെ 3:51, അതായത് 3 മിനിറ്റ് 51 സെക്കൻഡ് എവിടെയോ ഞാൻ കണ്ടു. കാരണം എമ്പുരാൻ ടീമിന്റെ ഏറ്റവും വലിയ ഈ ഇതിന്റെ ഏതോ സംഭവത്തിനാണ് അവരുടെ ഏറ്റവും വലിയ എന്താ പറയാ ഒരു കടമ്പ എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ മുകളിൽ നിൽക്കണം എന്നുള്ളതാണ്. അതായത് ലൂസിഫർ ട്രെയിലറിന്റെ മുകളിൽ, അതായത് അവര് വിടുന്ന ട്രെയിലർ ലൂസിഫറിന്റെ ട്രെയിലറിന്റെ മുകളിലായിരിക്കണം. അതൊരു ഭയങ്കര ചലഞ്ച് തന്നെയാട്ടോ അവർക്ക്. ആ ട്രെയിലർ തന്നെയാണത് ആയിരിക്കും, എനിക്കറിയില്ല. ഇത് റീ റിലീസ് ട്രെയിലർ ആയിരിക്കും. അപ്പൊ വ്യത്യാസം ഉണ്ടാവും. ലൂസിഫർ ട്രെയിലർ ആയിരിക്കില്ല. നോക്കാം. അതൊന്ന് കാണായിരുന്നു, മറന്നുപോയല്ലോ. ഇങ്ങനൊക്കെ തന്നെയായിരുന്നു തുടക്കം. 25:17 പഴയ നിയമം. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്മയെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാണ്. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയും. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവ്. എന്തല്ലേ ഒരു ക്ലാസ് സാധനം. ഏതാണ് ഇതിന്റെ തട്ടിങ്ങനെ താണു തന്നെ ഇരിക്കുന്നു. അമ്മമാരി അയറ്റ സാധനം, ഒരു ക്ലാസ് സാധനം. അതില് ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു മാസ് ഫീൽ ചെയ്യാം. അത് ഏത് സിനിമക്ക് ഉണ്ട് സത്യമായിട്ട്. ഇതിനകത്ത് എന്താ അറിയോ, നമ്മളിങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ മാസിലേക്കാണ് പോണത്. എനിക്ക്
തോന്നുന്നു ധ്രുവത്തിന് മാത്രമാണ് അങ്ങനെ ധ്രുവം അങ്ങനെ ഒരു ഫീൽ ഉള്ള സിനിമ. അതായത് നമ്മളിങ്ങനെ ഭയങ്കര കൂളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് മാസിലേക്ക് മാറും, അങ്ങനത്തെ ഒരു സംഭവം വരുന്നത്. കൂടെ ക്ലാസ് സാധനമാണ്, എന്നാ മാസ് കൊടൂര മാസമാണ്. അതേ സാധനം തന്നെയാണ് ഇതിനകത്തും. ശരിക്ക് ലാലേട്ടന്റെ ചെറിയ എന്റെ ഒതുങ്ങിയിരിക്കുന്ന സമയങ്ങളിലൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഫീലേ ചെയ്യില്ല. അതല്ലാണ്ട് മറ്റു സമയത്ത് ആളുടെ കൂട്ടൂര മാസമാണ്. ആ സാധനമൊക്കെ ഏതാ ഐറ്റം വാടാന്ന് പറയണ വിളിക്കുന്ന സംഭവം. പിന്നെ ആ മറ്റേ ലാസ്റ്റ് ആ ഒരു ഡയലോഗ് പറയുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ ഒരു പൊട്ടിക്കുന്ന സാധനമല്ലോ, അത് പൃഥ്വിരാജിന്റെ സാധനമാണത്. എനിക്ക് ഇതിൽ ഈ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇമ്പാക്ട് കിട്ടിയത് അറിയോ, ആള് മയിൽവാഹനത്തിനെയാണെന്ന് തോന്നുന്നു. അതായത് എന്തോ ചെയ്തതിന് ശേഷം ആ വെളിച്ചം ബാക്കിൽ നിന്ന് ഡോറിന്റെ ഭാഗത്ത് കൂടെ വെളിച്ചം വരുന്നു, അവിടുന്ന് ഇങ്ങനെ വന്ന് കൈ ഇങ്ങനെ പിടിച്ച് വന്ന് നിൽക്കുന്നില്ലേ, ഫുൾ ബ്ലറാ. പക്ഷെ എന്തൊരു ക്ലാസ് ഷോട്ട്, ഭയങ്കരാണ്. അങ്ങനത്തെ കുറെ ഷോട്ട് ഉണ്ട്. ഈ പള്ളീന്റെ ആണോ അതിന്റെ മോളിൽ നിന്നുണ്ടൊരു സാധനം നടന്നിങ്ങനെ വന്നിട്ട് ആ പള്ളീന്റെ ആ വാതിലിന്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു സാധനം. ഇത് ലൂസിഫറിലുള്ളത് 5 വർഷം കഴിഞ്ഞു സിനിമ വന്നിട്ട്. 5 വർഷം കൊണ്ട് മലയാള സിനിമയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഭീകരമാണ്. നടന്മാർക്കും എല്ലാവർക്കും ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് 27-ാം തീയതി വരാൻ പോകുന്നത് എമ്പുരാൻ ഇതിന്റെ 2ാം ഭാഗം. അപ്പം എന്തായിരിക്കും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്, ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്ക്. പക്ഷെ അതിന്റെ ടെൻഷൻ എടുപ്പിക്കുന്നു സാധനം കണ്ടതുകൊണ്ടേ. എന്തൊരു സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തിനാടാ ഇനി ഞാൻ വേറെ കാര്യം പോട്ടെ. ഇപ്പൊ എമ്പുരാന്റെ ടീസർ നമ്മൾ കണ്ടു, എന്താ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ സൂപ്പർ ഒരു രക്ഷ. ഓരോ ചില ഷോട്ടുകളൊക്കെ കാണുമ്പോ അത് ടീസറിൽ അങ്ങനെയാണെങ്കിൽ ഇനി ട്രെയിലർ 4 മിനിറ്റ് ട്രെയിലറിൽ എന്തായിരിക്കും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. സത്യത്തില് സിനിമയോട് നമുക്ക് ഭയങ്കര ഒരു ആക്രാന്തം ഉണ്ട്, സത്യമാണ്, അതുള്ള കാര്യം തന്നെയാണ്. എല്ലാ സിനിമകളോടും ഉണ്ട് കേട്ടോ, ഇന്ന ആളുടെ ഇന്നതൊന്നും അല്ല. ഇപ്പം ലിയോ ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെയായിരുന്നു. നമുക്ക് ലോകേഷ് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് എത്തിയേക്കാണ്. ഇപ്പം മറ്റേ പീക്ക് ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊന്നും വന്നിട്ട് കാണാം, അത് റിലീസ് മാറ്റും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോ നമ്മുടെ ഉള്ളില് എന്റെ പൊന്നെ ആരെങ്കിലും ഒക്കെ ഒന്ന് എടുത്താൽ മതിയായിരുന്നു എന്നുള്ള ഇതിലായിരുന്നു. അത്രയ്ക്കും ഇങ്ങനെ കാണണം ആഗ്രഹിച്ചിരിക്കുന്ന സിനിമയാണ് അത്. ഇനി വൈകല്ലേ എന്നാണ് ഇതിങ്ങനെ. ഇതൊക്കെ ഇപ്പൊ പിന്നെയും കാണുമ്പോ ഇനിയിപ്പോ 20-ാം തീയതി ലൂസിഫർ റിലീസായിട്ട് തിയേറ്ററിൽ കാണുമ്പോണ്ടല്ലോ, അത് കണ്ടിറങ്ങുമ്പോൾ ആദ്യം മനസ്സിൽ തോന്നുന്നത് എന്തായിരിക്കും അറിയോ, എമ്പുരാൻ നാളെ ഉണ്ടായിരുന്നെങ്കിൽ. അതല്ല, എന്റെ ഉള്ളിൽ അപ്പോഴും ടെൻഷനാ വരിക. ലൂസിഫർ കാണുമ്പോൾ പ്രത്യേകിച്ച് വലിയ സ്ക്രീനിൽ അത് നമ്മളിത് കാണാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 27-ന് എമ്പുരാൻ വരുന്നുണ്ട്. പിന്നെ ആ ഒരു വൈബിലാണല്ലോ അത് കാണുന്നത്. അത് കാണുമ്പോൾ നമ്മൾ ആ രീതിയിലായിരിക്കും ഇത് കാണുമ്പോഴുള്ള സമീപനം. തീർച്ചയായും, കാരണം ഇത് സിനിമ നമ്മൾ കാണാത്തല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എമ്പുരാനിൽ അത് യൂസ് ചെയ്യും ഇത് യൂസ് ചെയ്യും എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ വരാൻ പോകുന്ന ആദ്യ ടെൻഷൻ ഈ ലെവലിൽ. ഇപ്പോൾ എമ്പുരാൻ ഏത് രീതിയിൽ ഒരുക്കാൻ പറ്റും. പിന്നെ അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ വരും. ഇനിയിപ്പോൾ ഒരു വലിയ ബഡ്ജറ്റിൽ വരുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഈ മറ്റു സിനിമകൾ, നല്ല സിനിമകളുടെ 2ാം ഭാഗം വരുമ്പോൾ വലുതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൻ്റെ മൊത്തം മൂഡ് മാറ്റി പിടിക്കും. അപ്പോൾ അതൊക്കെ മാറ്റി പിടിക്കുമോ എന്നുള്ള ടെൻഷനൊക്കെ വരും. അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. ആ ഒരു മൂഡ് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. എനിക്ക് അതിലൊരു ധൈര്യം എന്താണെന്നറിയോ, ഒന്ന് മുരളി ഗോപി, ആളുടെ എഴുത്തിലുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ മറ്റൊന്ന് അതായത് പൃഥ്വിരാജ്, സാക്ഷാൽ പൃഥ്വിരാജിൽ തന്നെയാണ് ആ ഒരു വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ BGM ദീപക് ദേവ് തന്നെയാണ്. ആളുടെ ആ പരിപാടികൾ ആ ഒരു ക്ലാസ് രീതിയിൽ തന്നെയാണ് ഇതിലും ഒരുക്കിയിട്ടുള്ളത്. ആളുടെ ചില സാധനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പക്ക. നമ്മൾ എന്താണോ ലൂസിഫറിൽ കണ്ടിട്ടുണ്ടായിരുന്നത്, അതെ, വേണ്ട സമയത്ത് അതിൻ്റെതായ പവർ കൂടുന്നു ചെയ്യുന്നത്. അതായത് അല്ലാത്ത സമയത്ത് ഒരു നോർമൽ ഒരു സാധനമാണ്, ഒരു പ്രത്യേക ഒരു മൂഡിലുള്ള സാധനമാണ്. അത് ഇതിലും പിടിച്ചിട്ടുണ്ട്. എമ്പുരാനിലും അത് തന്നെ പിടിച്ചിട്ടുള്ളത്. അപ്പൊ ടീസറിൽ നമ്മൾ കണ്ടതാണ് ഈ സാധനം തന്നെയാണ് പിടിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മൂഡ് മാറൂല എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് പക്ക അവിടത്തെ മാത്രമാണെങ്കിൽ ചിലപ്പം കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന പോലത്തെ ഒക്കെ ചിലപ്പോൾ തോന്നിയാണ്. പക്ഷെ ആ ഒരു സാധനം ഒന്നും ആയിരിക്കില്ല. ഇവിടെ എന്തൊക്കെ ഇവിടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതിന് പറ്റിയൊരു കണ്ടന്റാണ്. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള
അതെ. കുറച്ച് പരിപാടികൾ അത് കുറച്ച് ആദ്യലോകം കൂടി വരുമ്പോൾ ഇത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഇത് ഒരു വല്ലാത്ത തരം ഒരു കോമ്പിനേഷനാണ്. സത്യം അത് ലൂസിഫറിന്റെ എൻഡോട് കൂടി നമുക്ക് മനസ്സിലായത്, ടൈലന്റോട് കൂടിയിട്ട്. കാരണം അതുവരെ കണ്ട ആളെ അല്ല ആ 1.5-2 മിനിറ്റ് പിന്നെ കാണുന്നത്. അപ്പൊ അയാളും ഇവിടെ നാട്ടിലുള്ള സ്റ്റീഫനും തമ്മിലുള്ള ഒരു സംഭവമായിരിക്കും. അത് മാത്രല്ല, അതായത് സ്റ്റീഫൻ ഇവിടെ ഒരുപാട് നേരിട്ടല്ലോ. അതെ. ഇപ്പോൾ ഒരു പെണ്ണ് കേസ് വരെ നേരിട്ട് ജയിലിൽ കിടന്നു. അത് ആള് കൈകാര്യം ചെയ്ത രീതിയിൽ കറക്റ്റ് സാധാരണ പോലെ തന്നെ സിമ്പിളായിട്ട് തൻ്റെ വലുപ്പം കാണിക്കാതെ തന്നെ നിയമപരമായിട്ട് ആ രീതിയിൽ തന്നെ പോകുക എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ഒരാളായിട്ടാണ്. അതെ. എന്നാൽ അത് ആളുടെ ഡെവലിഷ് ക്യാരക്ടർ പുറത്ത് വന്നാൽ ശരിക്കും അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല തീർക്കുക. ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ കണ്ടില്ലേ അതിന് പകരം കിട്ടിയത് ബൈജുവിന്റെ ക്യാരക്ടറിനെ കൊണ്ട് വെച്ച് ജയിപ്പിച്ചു. അതാണ്. അപ്പോൾ ആ ലെവലിലുള്ള പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമ്പോഴേ അപ്പോൾ ആ ഒരു ക്ലാസും മാസും ഒരുമിച്ച് ചേർത്ത് തന്നെ ആ ഒരു മൂടോടെ തന്നെ അത് പോകുന്നുള്ള തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. സത്യം. എന്താണെങ്കിലും കാത്തിരിക്കുകയാണ് 20-ാം തീയതിക്ക് വേണ്ടിയിട്ട്. നമ്മളിവിടെ എവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ പോയി കണ്ടിട്ടാണെങ്കിലും ഞങ്ങൾ വരും. ദൂരെ പോയിട്ട് കണ്ടിട്ടാണ് ഉറപ്പായിട്ടും. ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും കിട്ടുന്ന സൂചന. നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. റിലീസ് വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.